ബഹുമാന്യരായ എല്ലാ ഹിന്ദുധർമ്മ പരിഷത്ത് സംഘാടകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ ഞാൻ കുറേ അധികം വർഷങ്ങളായി തുറന്നു പറയാൻ എനിക്ക് കൃത്യമായ ഒരു ഫ്ലോർ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. നിയമ നടപടികളിലൂടെ കോടതി വരാന്തകളിൽ കഴിഞ്ഞ 3.5 വർഷമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഏറെ ഉച്ചത്തിൽ 4 നടകളിലും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രം കൂടെ എൻ്റെ പോരാട്ടങ്ങളിലൂടെ നിന്നവരോടൊപ്പം ഞാൻ ഇന്നെൻ്റെ നിയമ നടപടികളായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ തുറന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ആദ്യമായി ഞാൻ തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചർച്ച വഴിവിട്ടു പോയോ എന്നുള്ളതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷിതമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ക്ഷേത്ര ചരിത്രമോ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളോ അല്ല. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരങ്ങളും കേസും മറ്റെല്ലാ കാര്യങ്ങളും 2007 ഉത്ഭവിക്കുന്നത്. 2007 വളരെ വലിയ മോഷണ പരമ്പരകൾ, നവരത്നമോതിരം, വജ്രക്കുടകൾ, ക്ഷേത്രത്തിൻ്റെ അതിപുരാതനമായ പല സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിയപ്പോഴാണ് ആദ്യം ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് ചില ആളുകൾ, ചില ഭക്തന്മാർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ 2011 ഒരു വിധി സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുവദിച്ചു കൊണ്ടുവന്നു. ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് മാറ്റണം എന്നുള്ള വിധിയായിരുന്നു വന്നത്. അതിനൊരു അപ്പീലുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് സുപ്രീം കോടതി 2016-17 കാലഘട്ടങ്ങളിൽ ഒരു ഇന്ററിം കമ്മിറ്റിയെ ക്ഷേത്രത്തിലേക്ക് നൽകിക്കൊണ്ട് ക്ഷേത്രം റെഗുലറൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അതിനോടൊപ്പം ഒരു IAS ഉദ്യോഗസ്ഥനായ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെ തന്നത്. ക്ഷേത്രം മാൽ അഡ്മിനിസ്ട്രേഷൻ നടന്നിരുന്നും ഇറഗുലാരിറ്റീസ് നടന്നിരുന്നും വളരെ വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് കോടതി അത്തരമൊരു നടപടികളിലേക്ക് പോയത്. അവസാനം 2019 2 IAS ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തത്തിലൂടെ ക്ഷേത്രം കടന്നുപോയതിനു ശേഷം പെർമനന്റ് കമ്മിറ്റിയായി ഒരു കമ്മിറ്റി സുപ്രീം കോടതി തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ തലപ്പത്ത് ഡിസ്ട്രിക്ട് 1 പ്രിൻസിപ്പൽ ജഡ്ജിയായ ഒരാളെ നിയമിച്ചുകൊണ്ട് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ട്രസ്റ്റിയുടെ നോമിനിയായ ഒരാളെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയെയും കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി സുപ്രീം കോടതി തീരുമാനിച്ചു. അതിനൊരു ഉപദേശക സമിതിയെ കൊടുത്തു. അതിനും ഒരു റിട്ടയർഡ് ജഡ്ജിയെ ആ കമ്മിറ്റിയുടെ ഹെഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഫിനാൻസ് കമ്മിറ്റി, ലീഗൽ കമ്മിറ്റി എന്ന് പറയുന്ന ചില കമ്മിറ്റികളും അനുവദിച്ചു കൊടുത്തു. ക്ഷേത്രം സുഗമമായി നടത്താനായിട്ട് ഇന്ത്യയിലെ, ഭാരതത്തിലെ ഏറ്റവും വലിയ സംവിധാനമാണ് സുപ്രീം കോടതി ഒരുപക്ഷെ അനുവദിച്ചു കൊടുത്തത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഈ ക്ഷേത്രം ഒരു പബ്ലിക് ടെമ്പിളാണ്. വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ശരിയായി വായിക്കാതെ, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഒരു കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് പലരുടെ പാടി നടക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക,
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇസ് എ പബ്ലിക് ടെമ്പിൾ. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന് അവിടെ ഈ പറയുന്ന 300ഓളം വരുന്ന പോലീസുകാർക്ക് ശമ്പളത്തുകയും ഇറ്റയും കോടിക്കണക്കിന് രൂപയ്ക്കുള്ള മെറ്റൽ ഡിറ്റക്ടർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ന് സെൻട്രൽ ഗവൺമെന്റിൽ നമുക്ക് 100 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾറെഡി വി ആർ കളക്ടിങ് ദ മണി ഫ്രം ദ പബ്ലിക് ഓൾസോ. ദാറ്റ് ഈസ് ദ കാണിക്ക. അപ്പം ഒരു കുടുംബത്തിന്റെ ക്ഷേത്രമാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ സാധിക്കുമോ? ഇല്ല. ഇപ്പൊ ആറ്റുകാൽ ടെമ്പിൾ അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രം എടുത്താൽ അവരൊരു ടെമ്പിൾ ട്രസ്റ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് വേണം ഈ ക്ഷേത്രത്തിന് പണം സമാഹരിച്ചുകൊണ്ട് ആ ക്ഷേത്രം നടത്തിയെടുക്കാൻ. ഒരിക്കലും ഗവൺമെന്റ് കരുതുന്ന ഒരു തരത്തിലുള്ള പൈസയും സമാഹരിക്കാൻ പാടില്ല. ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് ഉണ്ടോ? അവിടെ ഒരു കിഴക്കേനടയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ആ ടെമ്പിൾ ട്രസ്റ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ആ ടെമ്പിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ലോകത്ത് ഒരു സ്ഥലത്തും ഒരു ക്ഷേത്രത്തിന്റെ മുട്ടിൽ നാളെ ഞാനും മഹേഷിയും സരോജിയും കൂടെ ഒരു അവിടെ ട്രസ്റ്റ് രൂപീകരിച്ചാൽ ഞങ്ങൾ രൂപീകരിക്കും. ഞങ്ങൾ അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നമ്മൾ പിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഗോശാല ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഇന്ന് അതിൻ്റെ പടം ഇവിടെ പോയി എന്നറിയില്ല. നമുക്കും സ്വരൂപിക്കാം. ഏറ്റവും എളുപ്പമുള്ളതാണ്. കാര്യം അവിടെയും വിൽക്കുന്നത് ഭഗവാനും ക്ഷേത്രത്തിന്റെ പേരുമാണ്. ഇതൊന്നും ശരിക്കും പുറത്താവുന്നില്ല. ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാം മൂടി വയ്ക്കപ്പെടുകയാണ്. സകലതും മൂടി വെക്കുകയാണ്. ഈ പറയുന്ന പെർമനന്റ് കമ്മിറ്റി വന്നതിന് ശേഷവും ഒരുപക്ഷെ ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാം ജനാധിപത്യ ഭരണം നടപ്പിലാക്കാത്ത ഒരേ ഒരു സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രം. ജനാധിപത്യ ഭരണമല്ല. അവിടെ ഇപ്പോഴും രാജാവും രാജ്ഞിയും ഒക്കെയാണ്. നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സത്യം പുറത്തു വരുന്നവരെ, സത്യം പറയുന്നവനെ വളഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ മേലിൽ സംഭവിച്ചത്. 52/23 19/23 2023 എൻ്റെ ഫസ്റ്റ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കുകയാണ് 2020. അന്ന് ഈ പറയുന്ന ആരും ഒരു ഹിന്ദു വിശ്വാസ സംഘടനകളോ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളോ ആരും ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കർമ്മചാരി പ്രസിഡന്റ് എന്ന് പറഞ്ഞ നിലയ്ക്ക് കർമ്മചാരി സംഘത്തിന്റെ മേളിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള അവരുടെയും സപ്പോർട്ട് കിട്ടാതെ മറ്റൊരാളുടെയും സപ്പോർട്ട് കിട്ടാതെ ഞാൻ ഈ കേസിന്റെ കാര്യത്തിന് പോയത്. എന്താണ് ഞാൻ ചെയ്തത്? കേസിന് പോയോ? ഇല്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു BMS കർമ്മചാരി സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധയോടെ എന്ന് പറഞ്ഞ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തു. ഇത്ര സാധനങ്ങൾ 2019 മുതൽ സാധനം നഷ്ടപ്പെടുന്നു. അന്ന് ഇവിടെ ഞാൻ സാധനം നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്ന് ഏറെ ഒന്നുമല്ലെങ്കിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് എങ്കിലും കൂടെയുണ്ട്. ആരുണ്ടായിരുന്നു അന്ന്? ഇന്നും നമ്മൾ ഈ പറയുന്ന ഈ പ്രസ് ക്ലബിൽ ഈ മീറ്റിംഗ് നടത്തിയിട്ട് വളരെ ശക്തമായ എതിർപ്പുകൾ തരണം ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് പരിപാടി നടത്തുന്നത്. ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം ഒരു ഉപജാപവൃന്ദമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടന്നുകൂടിയിട്ടുള്ളത്. നമ്മുടെ മറ്റു ഹിന്ദു സംഘടനകളായിട്ട് ആ പേരും പറഞ്ഞ് ക്ഷേത്ര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ തന്നെയാണ് ഇതിന്റെ പുറകില്. ഇത് പറയാൻ ഒരു ധൈര്യക്കുറവില്ല, ഒരു നട്ടലും കുറവില്ല. ഒരു വിഭാ കാര്യാലയത്തിന്റെ 100 വാര അകലെ ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ എങ്ങനെ നിരീശ്വരവാദികളായ സംഘടനപ്പെട്ടവന്മാര് സഖാവെന്ന ഇതും കുത്തിയിട്ട് ഞാനിപ്പോ ഒരു 5 മോഷണം എടുത്തു തരാം. ഈ മോഷണ പരമ്പരകൾ മുഴുവൻ നടത്തിയിരിക്കുന്ന മാസ്റ്റേഴ്സ് പട്ടികയിലാണ്. ഇതിൽ ഒരു കർമ്മചാരി സംഘത്തിലെ കുട്ടിയുണ്ടോ എന്ന് നോക്കിയേ, ഒരു വ്യക്തി ഉണ്ടോ, ഒരു തൊഴിലാളി ഉണ്ടോ എന്ന് നോക്കിയേ. കർമ്മചാരി സംഘത്തിലെ ഒരു തൊഴിലാളിയുടെ പേര് ഇപ്പൊ വന്നു. എന്താണ്? മെറ്റാക്ലാസ് പിടിച്ചത് കർമ്മചാരി സംഘത്തിലെ തൊഴിലാളിയായ കുട്ടിയാണ്. അതേസമയം ചിക്കൻ ബിരിയാണി വിളമ്പി ആരാ? സ്വർണ്ണ റോഡ് കൊണ്ടുപോയത് ആരാണ്? പാല് കൊണ്ടുപോയത് ആരാണ്? വെണ്ണ കൊണ്ടുപോയത് ആരാണ്? ഇത്ര കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. വെള്ളിക്കിണ്ണം പോകുന്നു, ഭഗവാന്റെ രുദ്രാക്ഷമാല പോകുന്നു, പൂവട്ടക പോകുന്നു, ക്ഷേത്രത്തിലെ നിരവധി സാധനങ്ങൾ ഒഴുക്കോടെ പോകുന്നു. ഇതിനൊന്ന് ശ്രദ്ധ ചലിപ്പിക്കുക, ഇത്രേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യം പറഞ്ഞു. 86 വയസ്സായ ഒരു അമ്മ
കോടാനുകോടി ക്രൗഡ് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസരം ഇത്രയും പണം അവർ സ്വരൂപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ തിരുപ്പതിയിലും ഗുരുവായൂരും എല്ലാം കാണുന്നില്ലേ? അവിടെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. 5 മണിക്കൂർ 6 മണിക്കൂർ. ഞാൻ പറയാനാണെങ്കിൽ ഏറെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഗുരുവായൂർ വരുന്ന എൻ്റെ പകുതി അല്ല 1/4 ഭാഗം ജനങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് വ്യാഴവും ഞായറും ദിവസങ്ങളിലാണ്. അന്നത്ര 5000 പേര്. ഒരു ദിവസം ഗുരുവായൂർ വരുന്ന 50,000 പേരാണ്. 21 പോലീസുകാരെ അവിടെ ഉള്ളൂ, 2 ക്യാമറകളെ ഉള്ളൂ. എന്തേ അവിടെ ഈ സാധനം പോവുകയും ഇറങ്ങുകയും പോവുക, വരിക, കയറുക, ഇറങ്ങി പോവുക, തിരിച്ചു വരിക? എന്താ സംഭവിക്കാത്ത? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉള്ളത് 286 പോലീസുകാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺട്രോൾ റൂം. പിന്നെ മെഷീൻ ഗണ്ണ്, മറ്റേ ഗണ്ണ്, മെറ്റൽ ഡിറ്റക്ടർ, ജനങ്ങളെ ഇട്ട് എങ്കിൽ നിങ്ങൾക്കൊക്കെ പോയാൽ ഇപ്പം ഒരുപക്ഷെ സ്വാധീനമുള്ള നിങ്ങൾക്ക് പോയി ഒരു 15 മിനിറ്റ് തൊഴാം. ബാക്കിയുള്ളവരെല്ലാം 6 മണിക്കൂർ തൊഴുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആചാരത്തിന്റെ പേര്. ഇവിടെ പ്രശ്നം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പോലീസുകാരല്ല പ്രശ്നം. ക്ഷേത്രം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ പോലീസ് ഇനാക്റ്റീവ് ആണ്. ഇതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പോലീസിന് അവിടെ ഒരു തരത്തിലും പോലീസിന്റെ നടപടിക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം, ഏതെങ്കിലും ഒരാൾ എനിക്കൊരു മറുപടി തരണം. മറുപടി തന്നാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു 13 പവന്റെ ഒരു സാധനം പോയല്ലോ, അത് പോയി, അത് തിരിച്ചു വന്നു. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അറിയാം, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാധനം 3 ദിവസം കഴിയുമ്പോൾ മണ്ണിനകത്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ പേരിൽ ഒരു FIR വേണം ഫോർട്ട് സ്റ്റേഷനിൽ. FIR പ്രതിയില്ല, അത് പോട്ടെ, FIR വേണം. FIR വേണ്ടിട്ട് തിരിച്ചു കിട്ടിയാൽ ആ സാധനം എന്താണ് ആ സാധനം? തൊണ്ടി മുതലാണ്. തൊണ്ടി മുതലാണെങ്കിൽ ആ സാധനം കോടതി കൊടുക്കണം. സെക്കൻഡ് ഹാൻഡ് മജിസ്ട്രേറ്റിന് അവിടെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്, FIR എടുക്കുന്നത്. അത് അവിടെ കൊടുക്കണോ അതോ നേരെ നടന്നങ്ങ് അമ്പലത്തിനകത്തോട് കയറുമോ? അത് എവിടുത്തെ ശൈലിയാണത്? അതെങ്ങനെ ശരിയാവുന്നേ? നമ്മുടെ വലിയ ഗംഭീരന്മാരിരിക്കല്ലേ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ടും മറ്റാളുടെ, നിങ്ങളെന്താ ചോദിക്കാത്ത? ഇതെങ്ങനെ നടന്ന് അമ്പലത്തിൽ കയറി? അത് നേരെ അവിടെ പോയിട്ട് അവിടുന്ന് അത് കൃത്യമായിട്ട് വാദം കഴിഞ്ഞ് നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് വേണം അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാൻ. അത് നിയമത്തിന്റെ വശമാണ്. അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് അത് വരുന്നുണ്ടെങ്കിൽ അതിനും ഇവർ വ്യക്തമായിട്ട് പറയാൻ, ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നു, നിങ്ങൾ പറയുന്ന സമയത്ത് വാദം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ കോടതിയിൽ സമർപ്പിക്കാം, കൊണ്ടെത്തിക്കാം എന്ന് പറയണം. ഈ പറയുന്ന ഒരു പ്രൊസീജിയേഴ്സും അവിടെ പാലിക്കാറില്ല. ഇത് സെക്രട്ടേറിയറ്റ് നടത്താം, ഇത് ഏജീസ് ഓഫീസർ നടത്താം, തർക്കമില്ല. അവിടെ ഒന്നും ജുഡീഷ്യറി അണ്ടറില്ല. ഈ അമ്പലം ഭരിക്കുന്ന ഒരു ജുഡീഷ്യറി അണ്ടറിലാണ്. 2 ജഡ്ജിമാര് ആണ് ഒരു ജില്ലാ ജഡ്ജി അവിടുത്തെ ചെയർപേഴ്സൺ ആണ്. മഹാരഥന്മാരുള്ള സ്ഥലത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൃഹത് സംവിധാനമുള്ള സ്ഥലത്ത് നിയമം പാലിക്കപ്പെടുന്നില്ല. ഇതാണ് ഇതിന്റെ വിഷയം. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ആ റെപ്രസെൻറ്റേഷൻ കൊടുത്ത സമയത്ത് ആ റെപ്രസെൻറ്റേഷൻ ഒന്നീ മറുപടി തരണം. നിങ്ങൾ ആരായത് ചോദിക്കാൻ, അല്ലെങ്കിൽ നിനക്കിത് ചോദിക്കാനുള്ള അവകാശമില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മറുപടി തരില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പരിശോധിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് പറയണം. ഇതൊന്നും പറയാതെ ഈ ചോദിച്ചതിനെ എടുത്ത് ഡിമോട്ട് ചെയ്യുന്നതാണോ സംവിധാനം? എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തിരക്കാത്ത മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആയിരുന്ന, PRO ആയിരുന്ന, അസിസ്റ്റന്റ് മാനേജർ ഫോർ എസ്റ്റേറ്റ്സ് ആയിരുന്ന, സ്വദേശി ദർശൻ പ്രോജക്ട് കോർഡിനേറ്റർ ആയിരുന്ന, ഓഡിറ്റിലിരുന്ന ആളായിട്ട് ഇത്രയും സ്ഥാനങ്ങളിരുന്ന എന്നെ ഒറ്റയടിക്ക് സ്റ്റോറിൽ അരിയും സാധനം കൂടെ പോയി നോക്കാൻ തുടങ്ങി. അപ്പം അവിടെ ഒരു ഭരണസമിതി അന്നത്തെ ഭരണസമിതി അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ഉഗ്രൻ ഒരു മറുപടിയാണ്. അല്ല, അത് ഭഗവാൻ അരിയും ഇതുമൊക്കെ എടുക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ടുള്ള കാര്യമില്ല, പുണ്യമാണ്. ഞാൻ പറഞ്ഞ ആ പുണ്യം മാർസിസ്റ്റ് പാർട്ടിയിലെ അവിടുത്തെ UDN നേതാവൻ ആ പുണ്യം കൊണ്ടുപോട്ടെ, അവനെ ചേട്ടനൊന്ന് അവിടെ ആക്ക്. അവ ഇത്ര നാൾ ഗാർഡിലായിട്ടല്ലേ നിൽക്കുന്നത്, അയക്ക് കൊടുക്കുക ആ പുണ്യം. എനിക്ക് ആ പുണ്യം വേണ്ട. ഇതല്ല പ്രശ്നം. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് നമ്മളെ സംസാരിക്കാനുള്ള ഒരാളൊരു ചോദ്യം ചോദിക്കാൻ, ഏതൊരു കാര്യം നിങ്ങൾ പോയി ചോദിച്ചോളൂ. അതായത്
സ്റ്റാൻഡേർഡ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാലിക്കപ്പെടണമെന്ന് SOP പാലിക്കണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ വന്നിരിക്കുന്നതാണ്. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ എന്ത് വേണോ ചോദിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു വിവരം ഇപ്പൊ നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം അറിയാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ പുറമേയുള്ള കടിശർക്കര യോഗം മറ്റേ അത് നിൽക്കുന്നു, താഴെ കൂടെ നിൽക്കുന്നു, മറ്റേ ഇതൊക്കെ നമ്മൾ പറയുള്ളൂ. അകത്തെ കാര്യങ്ങൾ മൂടി വയ്ക്കപ്പെടുക. എന്തുകൊണ്ട്? വിവരാവകാശത്തിന്റെ അണ്ടറിലല്ലേ പത്മനാഭസ്വാമി? ഇവർ ഒരു കാര്യം ചോദിച്ചു നോക്ക്, വിവരാവകാശത്തിന്റെ അണ്ടറിലല്ല. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ 2000 തൊട്ട്, അതായത് 2020 തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ. ഇത്രയും ശ്രീപത്മനാഭസ്വാമി ചരിത്രത്തിൽ ഇത്രയും ഫ്രോഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടില്ല. അതിന് എന്തിനു കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ആ ആള് ഞാൻ ചോദിക്കട്ടെ, ഈ മോഷണങ്ങൾക്ക് ഇതിനെല്ലാം പോലീസ് എന്താ ചെയ്യേണ്ടത്? പോലീസിനെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? പോലീസ് അവരുടെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളും ചോദ്യം ചോദിച്ചു. തരില്ല, ഇതും തരൂല, അതും തരൂല. നമുക്ക് തരാനുള്ള പ്രൊസീജിയറിലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചത്, ഒരു പബ്ലിക് ടെമ്പിളിൽ ഇത്തരം കാര്യങ്ങൾ വിവരാവകാശം വഴി SOP ഏത് കാര്യം, നിങ്ങളൊരു ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ചില വിവരങ്ങളൊന്നും ചോദിച്ചത്, നിങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും പോയി എല്ലായിടത്തും നമ്മൾ വലിയ ഇത് കാണിക്കുമല്ലോ. പത്മനാഭസ്വാമി എഴുതി ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ നേരെ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ അടുത്ത് പറയണം. ഇത് നമ്മുടെ ഏറ്റവും മാതൃസംഘടന പോലും, നമ്മുടെ എല്ലാവരുടെയും മാതൃസംഘടന പോലും ഇതിനൊന്നും തയ്യാറല്ല. എല്ലാ വ്യക്തിപരമായ ബന്ധങ്ങളിൽ തീർത്തു പോവാണ്. എനിക്ക് എല്ലാത്തിനോടുമുള്ള വിഷയം, ഞാൻ എൻ്റെ ശ്രീപത്മനാഭനോടുള്ള ഭക്തൻ, പക്ഷേ എന്നെ ഭയക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്ന നിയമ നടപടിയും ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പത്മനാഭസ്വാമി 3 ടയർ അവിടുത്തെ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അവിടെ അവിടുത്തെ പായസം എടുക്കുമെങ്കിൽ അല്പം ബുദ്ധിമുട്ടും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട്, അവൻ എല്ലാം കളഞ്ഞെടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിയമ നടപടി വിരട്ട് നടക്കൂല, ഒന്നും നടക്കൂല. ഇതിന്റെ പുറകെ ഒരുത്തൻ ചാവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. കാരണം ഇന്ന് എൻ്റെ പേരിൽ നടപടി എടുത്തതിന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കൂ, ഗൂഗിളിൽ അടിച്ചു നോക്കൂ, ഞാൻ ടെമ്പിളിന്റെ വിസിൽ ബ്ലോയറാണ് ഹൈക്കോടതിയിൽ. അതായത് ഒരു മാനേജ്മെന്റിന്റെ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരാൾ. എന്നെ ഏതെങ്കിലും പൊതുസഭയിൽ എവിടെയെങ്കിലും വന്നിരുന്ന് കഥ പറയാനോ ഇതൊന്നും പറയാനൊന്നും വരാറില്ല. ഞാൻ എൻ്റെ നിയമ നടപടികളോട്ട് മാത്രം പോകണേ. എനിക്ക് എൻ്റെ ഫോക്കസ് ഉണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്. ഞാനൊന്നും ആരെടുത്ത ഇതില്ല. പക്ഷേ ഗോപാൽജിയെ പോലുള്ള, മഹേഷ്ജിയെ പോലെ, സനോജിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്കില്ല. ഇത് പറഞ്ഞു വരുന്നതുകൊണ്ട് പറയാം. ചിക്കൻ ബിരിയാണി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ സുരക്ഷയുടെ പാളിച്ച എന്ന് പറയുന്ന ബോംബ് കൊണ്ടുവരുന്ന മാത്രമല്ല, അല്ലെങ്കിൽ തോക്ക് കൊണ്ടുവരുന്ന മാത്രമല്ല, നോൺ വെജിറ്റേറിയൻ അവിടുത്തെ സുരക്ഷിതത്തിന്റെ ഭാഗത്തിലാണ് ഇല്ലേ. റിച്വൽസ് ആൻഡ് കസ്റ്റംസിന് എതിരായിട്ടുള്ളൊരു സ്ഥാനമാണ് നോൺ വെജിറ്റേറിയൻ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം പറഞ്ഞ പോലെ 12,000 സാളഗ്രാമം വെച്ച് പൂജിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തുകൊണ്ട് ഈ 46 പാക്കറ്റ്സ് അതിനകത്ത് വന്നപ്പം ചെക്ക് ചെയ്യാൻ പറ്റിയില്ല? അവിടെ പോലീസ് ചെക്ക് ചെയ്യും. അത് മഹേഷിന്റെ തീരുമാനം അനുസരിച്ച് വന്ന കാര്യമാണ്. പോലീസ് മാറിയില്ല, പോലീസും തൊടാനില്ല. എന്തുകൊണ്ട്? ഇപ്പൊ DGP പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഒരു ഹോം സെക്രട്ടറി ചോദിച്ചിട്ടുള്ള നിരവധി ലെറ്റേഴ്സ് ഞാൻ കാണിച്ചുതരാം. ഇയാൾ നിസ്വാർത്ഥ ഒരു സാധാരണപ്പെട്ട ഒരു ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥാപന സെക്രട്ടറിയുടെ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഹോം സെക്രട്ടറിയുടെ ചീഫ് സെക്രട്ടറിയുടെ ഇതിനെ കൊടുക്കാനില്ലാതെ ഇത്ര ധാർഷ്ട്യത്തോട് പോയാൽ അയാൾക്ക് ആരാണ് അയാളുടെ ബാക്ക് ബോൺ? ആരാണ് അയാളുടെ നട്ടലിന് പവർ കൊടുക്കുന്നത്? ഈ ഭരണസമിതി അംഗങ്ങൾ. നമ്മൾ ഭരണസമിതി അംഗത്തിന് നാട്ടിക്കാനല്ല നിൽക്കുന്നത്. ഈ സംവിധാനം മാറ്റണം. പത്മനാഭ ദേവസ്വത്തിലേക്കാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് ശരിയാവുമെന്ന് പറഞ്ഞാൽ നമ്മള് ഇത് പൊതുസമൂഹത്തിനും എല്ലാവരും ഭക്തർക്കും ഇത് നേരെ പത്മനാഭ ദേവസ്വം തന്നെ വരണം. ഇത് ഇവരുടെ ആരുടെയും ക്ഷേത്രമല്ല. ഈ വെച്ചിരിക്കുന്ന സംവിധാനം അട്ടർ ഫ്ലോപ്പാണെന്ന് കഴിഞ്ഞ 5-6 വർഷമായിട്ട് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ആര് നിർത്തിയാലും, ഞാൻ ഈ ഫൈറ്റ് നിർത്തിയാലും ഭഗവാൻ നിർത്തില്ല. അതുകൊണ്ടാണ് സാധനങ്ങൾക്കായി വെണ്ണയായി, സ്വർണമായി, ചന്ദനമായി, ഓടക്കുഴലായി, വലംപിരി ശങ്കായി. എന്താണ് കാര്യം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പരാതി ഇപ്പം ഞാൻ താഴെക്കുടത്തിനെ കുറിച്ച് തന്നെ പറയാം. ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഒരു താഴെക്കുടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ കണ്ടോ? ഇവിടെ താഴെക്കുടം സ്പോൺസർക്ക് 3-1 ഞാനാണ്. ഞാൻ പൈസ അടച്ച എൻ്റെ റെസീപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനെല്ലാം നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ കോപ്പി എടുത്ത് തന്നേക്കാം. പൈസ അടയ്ക്കാൻ വേണ്ടി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ രതീഷിനായി തന്ന എൻട്രസ്റ്റ് ചെയ്ത ലെറ്റർ ഉണ്ട്. നിങ്ങളെ ഞാൻ നിയമിക്കുന്നു, നിങ്ങൾക്ക് പൈസ അടയ്ക്കാം. പത്മനാഭസ്വാമി ചുമ്മാ അദ്ദേഹം പറയാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പത്മനാഭസ്വാമി താഴെക്കുടത്തിൽ നിങ്ങൾ പൈസ അടയ്ക്കും. പൈസ റിസീവ് ചെയ്യേണ്ട ഹരിഹര അസോസിയേറ്റ്സിൻ്റെ ഇതുണ്ട്. ഓക്കെ, ഇത്രയുണ്ട്. എന്നാൽ താഴെക്കുടം വെക്കുന്ന സമയത്ത് ബബ്ലു ശങ്കറിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യാതെ ബാക്കി 2 ലളിത് ബസിലും ഗണപതി അയ്യരെയും വിളിച്ചു. എന്താണെന്നറിയാമോ?
ഈ താഴെക്കുടം 9 വർഷമായിട്ട് വെക്കാതിരുന്നപ്പോൾ ഈ കോടതി വരാന്തയിൽ കയറിയാണ് എന്തുകൊണ്ട് താഴെക്കുടം വെക്കുന്നില്ല എന്ന് പറഞ്ഞ ആ 9 ഫയലുകൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കാണണം. ഈ 9 വർഷം ഇവരെന്താ കോടതി പറഞ്ഞതെന്നറിയാമോ? ഇത് നിങ്ങൾ പരിശോധിക്കണം, എനിക്കെന്റെ പുറകെ നടക്കാൻ സമയമില്ല, കാരണം എനിക്ക് മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്നെ പുറത്ത് നിർത്തിയിട്ടാണ് എനിക്ക് തിരിച്ചു കയറണം. ഒരു വിസിൽ ബ്ലോവറിനെ പുറത്ത് നിർത്തിയാൽ അതെങ്ങനെ കോടതി എടുക്കുന്നത്? ഏതെങ്കിലും ഒരു കോടതി കാണും പലയിടത്തും പോയി അത്താഴം കഴിക്കാത്തത്. അത് അപ്പൊ കോടതി അതിന്റെ കാര്യത്തിൽ മുന്നോട്ട് പൊക്കോളും. അപ്പോ എന്താ പറ്റിയിരിക്കുന്നത് പറഞ്ഞാല് ഈ ഇവര് ഇവിടുന്ന് വന്നിട്ടുള്ള നമ്മുടെ തിരിച്ച് കടിശർക്കര യോഗം ചെയ്ത് തീർക്കാത്തതുകൊണ്ട്, ഭഗവാന്റെ ശരീരം ഇത്രയും പാളിച്ചയിൽ കിടക്കുന്നുണ്ട്, അത് ചെയ്തു തീർത്താൽ മാത്രമേ താഴെക്കുടം വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ കോടതിയിൽ എഴുതി കൊടുത്തത്. ഇപ്പൊ താഴെക്കുടം കടിശർക്കര യോഗം ചെയ്ത് തീർത്തിട്ടാണോ വെച്ചത് താഴെക്കുടം? അപ്പൊ പിന്നെ ചെയ്തിരിക്കുന്ന ആചാരവിരുദ്ധമായ കാര്യമല്ലേ? ഇതാരാ എഴുതി കൊടുത്തത്? ബഹുമാനപ്പെട്ട തന്ത്രിയല്ലേ കൊടുത്തത്? അപ്പൊ ഇവരെല്ലാവരും ഞാൻ പറയുന്നു വളരെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ പോകുന്നത്, അത് മറയ്ക്കപ്പെടുന്നു. നിവേദ്യപാത്രം ഇവിടുന്ന് ഒറീസയിൽ പോയി തിരിച്ചു വന്ന് നിവേദ്യപാത്രം നടന്നങ്ങ് കയറിപ്പോ അകത്ത് പോകും, കേസെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഗർഭഗ്രഹത്തിൽ നിന്ന് തങ്കം എടുത്ത് റോഡാക്കി ആ സാധനം പോയി തിരിച്ചു വന്നു, അതിനെ അങ്ങ് അകത്ത് കയറ്റും. ഞാൻ ചോദിച്ചാൽ ഇത് മറ്റാർക്ക് ഇത് ഇങ്ങനെ ഒരു FIR വരുമ്പോൾ ഇവിടെ പരാതി കൊടുക്കേണ്ട ആരാണ്? ഒരു മാനേജ്മെന്റ് ഇത്രയും വലിയൊരു സംവിധാനത്തിൽ ഇരിക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു ശ്രീകണ്ഠേശ്വരത്ത് നടന്നാൽ ആ പരാതി കൊടുക്കുക അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ശ്രീപത്മനാഭ സ്വാമിക്ഷേത്രത്തിൽ മാത്രം പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം ഒരു സ്ഥലത്തും പരാതി കൊടുക്കും. അവിടുത്തെ ഏതെങ്കിലും ഡെയിലി ബേസുകാരനെ കൊണ്ടോ സാധാരണ ജീവനക്കാരനെ കൊണ്ടോ അയാൾ കൊടുക്കും. അതാണ് വളരെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ ബിരിയാണി വിഷയം. ചിക്കൻ ബിരിയാണി എവിടാണ് ഉത്സവമാണ്? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ക്ഷേത്ര, ഈ പറഞ്ഞ പോലെ ആചാര്യന്മാർ ഉത്സവം നടത്താൻ വന്ന് താമസിക്കുന്ന, ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. എന്ന് ഞാൻ മിക്ക ഫോട്ടോയിലും നമ്മൾ കാണുന്നത് എന്താണ്? രാമനാമഠം, ഉത്സവമഠം, മിത്രാനന്തപുരം കുളം, പത്മതീർത്ഥക്കുളം, വൈകുണ്ഠം, ഈ ബൃഹത് സംവിധാനം എല്ലാം ഡിവൈൻ സെന്റേഴ്സാണ്. ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചില്ല. ആ പാർട്ടിക്കാരൻ എന്ത് ചെയ്തു? അവന്റെ മകന് ജോലി കിട്ടി എന്ന് പറഞ്ഞ് ചിക്കൻ ബിരിയാണി. ഞാനിത് അറിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നോൺ വെജിറ്റേറിയൻ കൊടുക്കരുത്, അത് കൊടുത്താൽ ഇല്ല, കൊടുക്കില്ല എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ഇത് ഓഫീസാണ്, അങ്ങനെയൊന്നുമില്ല, കൊടുക്കാൻ പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം രാവിലെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നീ ചെയ്തതിന് നീ അനുഭവിക്കും, നീയും അനുഭവിക്കും, നിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ വഴി. പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർ വളരെ ബുദ്ധിപൂർവ്വം ആ ഡെയിലി വേസിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ തടിതപ്പി അയാൾ ഊരിക്കൊണ്ട് പോയി. ഇത് മുഴുവൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തു വെക്കുന്ന തെറ്റിദ്ധ. പക്ഷേ നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ മേളിൽ ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയ എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്ങനെ ഭരണസമിതിക്ക് മേളിൽ പവർ സെന്റർ ആയെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ മോഷണങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പുള്ളിക്ക് പുള്ളി ഇവിടുത്തെ ഓരോ സാധനങ്ങൾ, ഈ 1ഉം 2ഉം സാധനങ്ങളല്ല. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഈ കഴിഞ്ഞ 2021 ശേഷം ഏകദേശം ഇതുവരെ നിന്നിട്ടില്ല 10ഓ 12ഓ സാധനങ്ങളായി. അപ്പൊ ഈ സാധനങ്ങൾ ഒന്നും ഒരു കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് ഇത് നിർത്തലാക്കാതെ ഇത് പൊക്കോണ്ടിരിക്കുകയാണ്, വീണ്ടും പോവാണ്. ഇത് കുറേ നാളായിട്ടുള്ള നടക്കുന്നിരിക്കുന്ന പ്രാക്ടീസ് ഭഗവാൻ ഇത് കണ്ടുപിടിക്കും. അപ്പം ഇതുപോലെ തന്നെയാണ് ചിക്കൻ ബിരിയാണി. ക്ഷേത്രത്തിന് അപകടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് അവിടുത്തെ ഒരു പ്രതിനിധി വിളിച്ചു ചോദിച്ചത്, അത് പണ്ടും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? പണ്ട് വരും. അപ്പൊ പണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ഒരു സ്ഥലത്ത് ഒരു വൃത്തിയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ആ പ്രാക്ടീസ് നിർത്തലാക്കണോ വേണ്ട, അത് നടത്തിക്കൊണ്ടിരിക്കണോ? അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കണോ വേണ്ട, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ വലിയ ഈ ക്ഷേത്രത്തിനെ പ്രതിനിധീകരിച്ച് കേൾക്കുന്ന വലിയ വലിയ ആളുകൾ നമ്മളുമായിട്ട് ശത്രുത വന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്തലാക്കി എന്നുള്ളതാണ്. ഇന്ന് ഈ കേസ് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇവർ താഴെക്കൂടം വെച്ചു. ഇന്ന് അവിടെ ഒരു സാധനം എടുക്കുന്നതിന് ഒരു നിലവറ തുറക്കുന്ന സമയത്ത് ഇവരെല്ലാവരും വന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറിന് അവിടെ വലിയ പ്രാധാന്യമില്ല, ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നിന്നിട്ടാണ് ഇതെല്ലാം തുറക്കുന്നത്. ഇത് നോക്കൂ ഗോപാൽജി, ഈ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ മാർച്ച് മാസം നിലവറ തുറന്ന സമയത്ത് നമ്മുടെ ഇദ്ദേഹം സ്റ്റേറ്റ് ഭരണസമിതി അംഗവും ട്രിവാൻഡ്രം ഡി സി പിയും കൂടെ ഇരുന്നിട്ട് ഇവർ ഈ നിലവറ തുറന്ന സമയത്ത് ആ നിലവറയിൽ നിന്ന് നേരത്തെ കുറെ സാധനങ്ങൾ പോയിട്ടുള്ള കുടകളിൽ നിന്നൊക്കെ പോയപ്പോൾ ഇദ്ദേഹം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറ്റില്ല. അപ്പോഴത്തേക്ക് DCP പ്രശ്നം ഉണ്ടായി. അയാൾ ഇത് റിപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ മുമ്പോട്ട് ഒരു കാര്യങ്ങൾ ഇത് അവിടെ മൂടി വെക്കപ്പെടുമ്പോൾ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഇതിനെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഇവരിത് പ്രശ്നം. ഇപ്പൊ എന്ത് പറ്റി, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോലീസിന് എഫ്ഐആർ. അപ്പൊ ഈ പൂവട്ടക പോയപ്പോഴും വെള്ളിക്കിണ്ടം പോയപ്പോഴും മറ്റുള്ള സാധനങ്ങൾ പോയപ്പോഴും എന്തുകൊണ്ട് ഇവർ പരാതി കൊടുത്തില്ല? ഇപ്പോഴല്ലേ പരാതിപ്പെടുന്നത്, ഈ സമയത്ത് മാത്രമാണ് പരാതികളായിട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തു? എങ്കിൽ പോലീസ് പിടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ചില സംഭവങ്ങളാണ് നടക്കുന്നില്ലേ? പോലീസിനെ അവിടെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷിതമോ എന്ന് ചോദിക്കുന്നതിൽ നമുക്ക് ആദ്യം പറയേണ്ടത്, സുരക്ഷിതമല്ലാത്തതിന്റെ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതിന് മേളിൽ നിൽക്കുക. ഏതൊരു കാര്യം ഇവർ റിപ്പോർട്ടാക്കി പോലീസ് കൊടുക്കാൻ, എനിക്കറിയാം CM-ന്റെ അവിടെ പരാതി കൊടുത്ത്, നമ്മൾ പ്രൈം മിനിസ്റ്ററിന്റെ അവിടെ നിന്ന് വിളിച്ച് അവിടുന്ന് പരാതി കൊടുത്ത് ചില അന്വേഷണങ്ങളായിട്ട് വരുമ്പോഴും ഒരിക്കലും അവിടുത്തെ DCP എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ എത്രയോ താഴെയാണ്, നമ്മുടെ ചെയർമാന്റെ എത്രയോ താഴെയാണ് നിൽക്കുന്നത്. ഏതൊരു നടപടിക്കും അദ്ദേഹം റിപ്പോർട്ട് എടുത്താൽ ആ റിപ്പോർട്ട് അവിടെ നിന്ന് പോയില്ല. കാരണം എങ്ങനെ ഒരു കമ്മിറ്റിക്ക് മേൽ, അപ്പൊ കമ്മിറ്റിക്ക് പിന്നെ DCP പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ FIR എടുക്കാനുള്ള റൈറ്റ് ഇല്ല. റൈറ്റ് ആർക്കാണ്? ഫോർട്ട് സ്റ്റേഷനിലാണ്. അപ്പൊ അവരവിടെ ഇപ്പൊ പോലീസ് ചെയ്യുന്നത് എന്താ? ക്രൗഡ് മെയിൻ്റെനൻസ്. ക്രൗഡ് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ബാധിക്കുന്നത്? രാവിലെ വരുന്ന 3:30-ക്കും 4 മണിക്കും വന്ന പാവപ്പെട്ട ഭക്തജനങ്ങൾ, ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ ആചാരപരമായി ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ പറയാതാണ് 5 മണിക്കൂർ പെട്ടെന്ന് ദർശനം അങ്ങ് നിർത്തുന്നത്. 5 മണിക്കൂർ ഒരു പെട്ടെന്നാണ് ദർശനം നിർത്തുന്നത്. ഈ ദർശനം നിർത്തുമ്പോൾ പറയും അകത്ത് പൂജ അടക്കാണെന്നതിന് പറയും. ഈ സമയത്ത് വടക്കേ നട വഴി വേണ്ടപ്പെട്ടവർ തൊഴുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ബന്ധുക്കളെ എക്സിക്യൂട്ടീവ് ഓഫീസറിനെ അവിടെ തടയുന്നില്ല, എക്സിക്യൂട്ടീവ് ഓഫീസറെ ചെക്കില്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ചെക്ക് ചെയ്യുന്നോന്ന് നിങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷിതയെ ബാധിക്കുന്നത്. സുരക്ഷിതമല്ലാത്തതിന്റെ കാരണം പോലീസിനെ ഇനാക്റ്റീവ് ആക്കുന്നു. പോലീസിനെ മുന്നോട്ട് അവരുടെ പ്രവർത്തന ശൈലിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. രണ്ടും രണ്ട് ഇതിക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതിന്റെ മേളിലാണ് നിൽക്കുന്നത്. അവർക്ക് മേളിൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് എന്റെ പേരിൽ കൃത്യമായ നടപടി, പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം റിലവന്റ് ആയിട്ടാണ്, അറോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് ഇവർ പറഞ്ഞെങ്കിൽ റിലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചെന്നുള്ളത് കാലം തെളിയിച്ചു തന്നു. ബബ്ലു ശങ്കർ എന്താണോ കോടതി പറഞ്ഞ എൻ്റെ അഫിഡവിറ്റ് നമ്പർ ഞാൻ തരാം, നിങ്ങൾ നോക്കൂ. ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ വാല്യുബിൾസ് നഷ്ടപ്പെടുന്നു, ഇത്രയും സാധനങ്ങൾ. നിങ്ങൾ എന്തിന് വിക്ഷസേന കടിശർക്കര യോഗത്തിൽ ചെയ്യുമ്പോൾ ആനകുത്തിയ മണ്ണ്, കാളകുത്തിയ മണ്ണ്, ഗംഗാ സംഗമത്തിലെ മണ്ണ്, കൽക്ക, ഇതുപോലുള്ള സാധനങ്ങൾ ചേർത്ത് വെച്ച് തൃക്കോഷ്ടിയാർ മഠത്തിൽ നിന്ന് വന്ന് അവര് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് ഈ വിക്ഷസേനന്റെ ഇപ്പം വെച്ചിരിക്കുന്നത് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇവർ 40 ലക്ഷം രൂപ പിരിച്ചത്? അത് ഞാൻ ചോദിച്ചു. അതും എൻ്റെ ഇതിനകത്ത് ഒരു റെപ്രസെന്റിന്റെ പ്രയർ ഒന്നതാണ്. അതായത് 6ാമത്തെ പ്രയർ, നിങ്ങൾ എന്തിനീ പണം കളക്ട് ചെയ്തു? അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എന്ത് കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു? ഇതാണ് ചോദിച്ചത്. അതെങ്ങനെ അറോഗേറ്റീവ് സെന്റൻസ് ആവും? അപ്പൊ ഇതുപോലെ അവിടെ വരുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഒരു ഹിന്ദുക്കൾക്കും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ആർക്കും ഇല്ല. പിന്നെ കുറച്ച് ഹിന്ദു സംഘടനകൾ അവിടെ വലിയ അടുത്ത ആളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരെന്താ, ഒരു ദിവസം 4 പ്രാവശ്യം എക്സിക്യൂട്ടീവ് ഓഫീസർ പൂമാല ഇട്ടിട്ട് അവരോട് ഒരു 40 ഫോട്ടോ എടുക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചിക്കൻ ബിരിയാണി ഇഷ്യൂ വന്നപ്പം ഹിന്ദു ധർമ്മ പരിഷത്ത് മാത്രമാണ് അതിനകത്ത് ഞങ്ങളുടെ അടുത്ത് ഈ കാര്യമായിട്ട് വളരെ സഹകരിച്ചു നിന്നത്. വേറെ ആരും ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം എതിരായിട്ട് നിന്നു. പക്ഷെ ഇത് കയ്യിൽ പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്തതിൽ ലോകം മുഴുവനുള്ള ഒരു വാർത്തയായിട്ട് മാറി. ഇത് വളരെ വലിയൊരു വാർത്തയായിട്ട് മാറിയ സമയത്ത് ഇവരുടെ കയ്യിൽ നിൽക്കാതായി. ഇന്നും ജനങ്ങളുടെ ഇടയിൽ ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി വിളമ്പിയോ അല്ലോ ചിക്കൻ ബിരിയാണി ഇത് ആരോണ്ടോ ഉണ്ടാക്കിയ അവൻ്റെ തലയിലുണ്ടായ ബുദ്ധി കൊണ്ട് അവൻ ചെയ്തതാണോ എന്നുള്ളതാണ് പറയുന്നത്. ഇത് കർമ്മചാരി സംഘം ഉണ്ടാക്കിയെടുത്തതാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോ ചെയ്തില്ലേ എന്നൊന്ന് അന്വേഷിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയിൽ ഇവിടെ മാക്സിമം ഇതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ തോന്നും. ഇതിപ്പോ ഞാൻ സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഡെയിലി വേസിനെ മാത്രം മാറ്റിയാൽ പോരാ, ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റമൊന്നും ഇതുവരെ അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പൊ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയും. പിന്നെ കോടതി കയറി ഇറങ്ങാൻ അതിന്റെ നമുക്ക് അതിനുള്ള പൈസ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകേണ്ടിട്ട് വരും. അപ്പൊ ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ആചാരപരമായും നമ്മൾ മറ്റു കാര്യങ്ങളായിട്ടും ക്ഷേത്രത്തിന്റെ മുഴുവൻ സംവിധാനവും തകരാറാക്കുന്ന രീതിയിൽ പോലീസിനെ ഇനാക്റ്റീവ് ആക്കിക്കൊണ്ട് ചെയ്യുന്നത് ഭരണസമിതി തന്നെയാണ്. അതിന്റെ കാരണം ഭരണസമിതിക്ക് എങ്ങോട്ടാണ് ശ്രീപത്മനാഭ ഭക്തിയേക്കാൾ കൂടുതൽ മറ്റു ഭക്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള കുറച്ച് പേര്
ആ ക്ഷേത്രം നിങ്ങൾ ശ്രീകണ്ഠേശ്വരത്തിൽ ചോദ്യം ചോദിക്കുന്ന പോലെ, നിങ്ങൾ ഗണപതി കോവിലിൽ ചോദിക്കുന്ന പോലെ, നിങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ ചോദിക്കുന്ന പോലെ, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നതായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. എന്താ ചോദിക്കാൻ പറ്റാത്തത്? സുപ്രീം കോടതി ആദ്യത്തെ പേടി, രണ്ടാമത് ജില്ലാ ജഡ്ജി രണ്ടാമത്തെ പേടി, മൂന്നാമത്തെ അവിടെ DCP മൂന്നാമത്തെ പേടി. ഇത് വല്ലതും ഹിന്ദുക്കൾക്ക് വിശ്വാസികൾക്ക് ബാധകമാണോ? ഇത് വല്ലതും എന്തെങ്കിലും ബാധകമാണോ? നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു സംഘടന, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളുടെ സംഘടന ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഒരു ലെറ്റർ പാഡ് കോടതി കൊടുക്കൂ. ആ ലെറ്റർ പാഡിന് എത്ര വില കോടതി തരുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. കോടതി അതിനാണ് വില കൊടുത്തത്, വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് തന്നെയാണ് അവസാനം. അതുകൊണ്ടാണ് വിശ്വാസികൾക്കായിട്ടുള്ള ശ്രീ പത്മനാഭ ദേവസ്വം വരണമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ ഇതിന് അവസാനം വരുള്ളൂ. ഇത് കുറച്ചാളുകളെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണസമിതി അംഗം വന്ന് കയറും. ആ ഭരണസമിതി അംഗത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. ഇനി വേറൊരു ഭരണസമിതി അംഗത്തിന് വേറെ ഒരു ആളുകളുമായിട്ടായിരിക്കും ബന്ധം. അപ്പൊ ഇവരെല്ലാവരും പോയി തൊഴുത് സത്യം പറയാൻ തയ്യാറാവില്ല. എന്തിന് എന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു? ആ ഉണ്ടായിരിക്കുന്ന 3 വർഷം കാലഘട്ടം കൊണ്ട് കുറെ കാര്യങ്ങൾ നേടിയെടുത്ത് കാര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ശർക്കര ഭരണിയാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും, സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. എല്ലാത്തിനുമുള്ള സംവിധാനമുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിനെ പോലല്ല. പക്ഷേ ക്ഷേത്രം ഓരോ ദിവസം തോറും തരം താഴ്ന്ന് ഒരു ദിവ്യക്ഷേത്രം ഇന്ന് ഏതാണ്ട് ആറ്റുകാൽ അമ്പലം, ഗണപതി കോവില് അല്ലെങ്കിൽ മറ്റ് സാധാരണ ദിവ്യക്ഷേത്രങ്ങളിൽ നിന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോലീസിനെ കൊണ്ട് ഇത്രയും ക്ഷേത്രത്തിൽ ഇപ്പം ഭക്തജനങ്ങളെ വരാൻ പറ്റാത്ത രീതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളും ആക്കി വെച്ചു. ഇതെല്ലാം സാധാരണ ഭക്തജനങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ഇത് ഭരണസമിതിക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനി മറ്റ് ആളുകളുടെ ഉപജാപ വൃന്ദം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഉത്സവത്തിനും കാര്യങ്ങൾക്കായിട്ട് മാത്രം വരും. അവർക്കും ഇത് ബാധകമല്ല. അവർക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ബാധകമില്ല. അവർക്ക് മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും അവർക്ക് ബാധകമില്ല. അവരെ ഇതൊന്നും ഒരു 2 ടയറോ 3 ടയർ ചെക്കിങ്ങോ ഒന്നും അവർക്ക് ബാധകമില്ല. അവർക്ക് എങ്ങനെ പോവാം, എങ്ങനെ വരാം. അതല്ലാതെ എങ്ങനെയാണ് ഈ സാധനം കഴിയുമ്പോൾ വെള്ളിക്കിണ്ണം പോയി തിരിച്ചു വന്ന് കയറി, ഭഗവാന്റെ രുദ്രാക്ഷമാല പോയി തിരിച്ചു വന്ന് കയറി, പൂവട്ടക മിസ്സിംഗ് ആയിരുന്നു. ആ പൂവട്ടക എനിക്ക് കോടതിയിൽ കൗണ്ടർ അവർ കൊടുത്തിരിക്കുന്നത് റീപ്ലേസ് ചെയ്യുന്നതാണ്. 600 വർഷം പഴക്കമുള്ള ഒരു പൂവട്ടക റീപ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ഇത്രയും വർഷം അങ്ങനെയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന പണത്തിനാണോ വില, അവിടെ ഇരിക്കുന്ന ആന്റിക് സാധനങ്ങൾക്കാണോ വാല്യൂ? ആന്റിക്കിനാണ് വാല്യൂ. അപ്പം ഇന്ന് ആരെങ്കിലും 2-3 പേര് കോടതിയിൽ പോയപ്പോഴും പൊതുജനങ്ങളുടെ അടുത്ത് പറഞ്ഞതും ഇതുപോലുള്ള വേദികളിലും പറയാൻ പറ്റുന്ന ആളുകൾ, ഇപ്പൊ ഗോപാൽജിയെ പോലുള്ളവരുടെ സത്യം മനസ്സിലാക്കി. ഗോപാൽജി സത്യം മനസ്സിലാക്കിയ പോലെ നമ്മുടെ മറ്റ് അധികാരികളുണ്ട്, മറ്റു ആളുകളുണ്ട്. അവരത് മനസ്സിലാക്കാത്തല്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. പക്ഷെ ഇവരെല്ലാവരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടും എന്നാണ് പറയുന്നത്. എങ്ങനെ അപകീർത്തിപ്പെടും? അപകീർത്തിപ്പെടുകയാണോ കറക്ഷൻ നടത്തുകയാണോ വരുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പണ്ടിൽ നിന്ന് ഇന്നത്തെ കറക്ഷൻ വരികയാണോ ചെയ്യുന്നത്? അവിടെ നടന്നുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും കറക്ഷനിൽ വരികയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ ഒരു കറക്ഷൻ പാർട്ടാണ് ചെയ്യുന്നത്. നമ്മളാരും അല്ല ചെയ്യുന്നത്, ഭഗവാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഈ പറഞ്ഞ 10,000 ക്യാമറ വന്നത്, ഇത്രയും പോലീസ് വന്നത്, ഈ കൺട്രോൾ റൂം വന്നത്. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ചെയ്ത കറക്ഷൻസ് ആണ്, നമ്മൾ ആരും ചെയ്തതല്ല. അപ്പം അതിലേട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ എനിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് സമയം കിട്ടുന്ന ആ സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ സംസാരത്തിൽ കുറച്ച് തീക്ഷ്ണമായിട്ട്. അത്രയും വിഷമമുണ്ട്, അത്രയും സങ്കടമുണ്ട്. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് ഞാനിന്ന് സസ്പെൻഷനിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ കോടതി വരാന്തകളിൽ മാത്രം ഞാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പരിമിതമായ അഡ്വക്കേറ്റ്സിനെയും വെച്ചിട്ട് ആ കേസിൻ്റെ നിയമനിർവഹണം. കാര്യം നമുക്കൊരു അവിടെ കേസ് നടത്തുമ്പോൾ ഒരു ജുഡീഷ്യറി ഇരിക്കുന്ന ടെമ്പിളിൽ ഒരു ജുഡീഷ്യറിക്ക് എതിരായിട്ടാണ് നമ്മളൊരു ജഡ്ജ്മെന്റ് വായിക്കേണ്ടത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിലും സത്യത്തിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം നിന്ന് പോരാടുകയാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറം ശ്രീ പത്മനാഭസ്വാമിയോടുള്ള അഗമ്യമായ ഭക്തിയും പത്മനാഭസ്വാമി ക്ഷേത്രം കറക്റ്റ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മുന്നോട്ട് പോവാണ്. ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഈ നീക്കം വളരെയധികം സ്വാഗതാർഹമാണ്. ചോദിച്ചോളൂ, കുഴപ്പമില്ല.
അപ്പം അത് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം ഇതുപോലുള്ള പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണം, പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. ഇന്ന് പരിമിതമായ ആളുകളാണെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നു. അപ്പം ഈ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഇതിനിടയിൽ ഞാനൊരു കാര്യം, നമ്മുടെ കുറച്ച് ആളുകളെങ്കിൽ മനസ്സിലായി, ഈ ബി നിലവറയെക്കുറിച്ച് വളരെ ദുരൂഹമായ ഒരു കാര്യം കേൾക്കുക, വളരെ തെറ്റായ ഒരു ഇതാണ്. ബി നിലവറ എത്രയോ പ്രാവശ്യം തുറന്നു കഴിഞ്ഞു. 8, 9, 10 പ്രാവശ്യം തുറന്നതാണ്. നിങ്ങൾ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ റിപ്പോർട്ടും വിനോദരുടെ റിപ്പോർട്ടും എടുത്ത് നോക്കിയാൽ അറിയാം. 9, 10 പ്രാവശ്യം ബി നിലവറ തുറന്ന് കൽമണ്ഡപത്തിൽ എങ്ങനെയാണ് സ്വർണം പൂശിയിരിക്കുന്നത്. ഞാൻ പറയുന്ന അമ്പലത്തിന്റെ 4 ദിക്ക് ഞാൻ പറഞ്ഞില്ല. ആ 4 ദിക്ക് വെച്ചിരിക്കുന്ന സ്വർണം എവിടുന്ന് എടുത്തത്? പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ അതോ നിലവറയിൽ നിന്ന് എടുത്താണോ? ബി നിലവറ തുറന്നിട്ടില്ല എന്നും തുറന്നാൽ അത് പാമ്പ് വരുന്നും കടൽ കയറും എന്നൊക്കെ പറയുന്നത് നമുക്കത് അത്ര അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇന്ന് ഇവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഭരണസമിതിക്ക്. അപ്പൊ ഇതെല്ലാം തുറന്ന് എല്ലാം അതിൻ്റെ രീതിക്കൊത്ത് വന്ന് അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ വെച്ച് ഇതിനെല്ലാം നല്ലൊരു സംവിധാനത്തിലേക്ക് വരണമെന്നുണ്ട്. കാര്യം ഇത് രാജ്യത്തിന്റെ സ്വത്താണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു എന്നല്ല, അതീവ നിഗൂഢമായ രഹസ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പം ശ്രീപത്മനാഭസ്വാമിയെ കാത്തു സംരക്ഷിക്കേണ്ട നമ്മുടെ ഭക്തജനങ്ങളുടെ ആവശ്യമാണ്. ആ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്തി കൊടുക്കാനായിട്ട് ഈ പറയുന്ന പോലീസ് സംവിധാനത്തിന് ഇതിനേക്കാൾ എത്ര ഇരട്ടി ജനങ്ങളാണ് ഗുരുവായൂർ വരുന്നത്. നമ്മളെക്കാൾ ഇരട്ടി. ഞാൻ ചോദിക്കാം, നമുക്ക് ഈ പറയുന്ന സ്വത്തുക്കൾ ഇങ്ങനെ വരുന്നുള്ളൂ. അതേസമയം വരുമാനത്തിന്റെ കാര്യത്തിൽ തിരുപ്പതി എത്രയോ മേളിലാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മേളിലാണ്. നമുക്ക് ഇന്നുള്ളതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഗുരുവായൂർ വരുന്നത്. അപ്പൊ ഈ പോലീസിന്റെ സംവിധാനം വെച്ചുകൊണ്ട് അവിടെ ദർശന സൗകര്യം ഇല്ലാത്തത് വലിയൊരു പരാജയമാണ്. ഇതിൽ ഹിന്ദുധർമ്മ പരിഷത്ത് വളരെ ശക്തമായിട്ട് ഇടപെടണം. ഗോപാൽജിയെ പോലുള്ളവർ നമുക്ക് ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ഏതായാലും എന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്.